മുഖത്താലി ഭാഗം 15. കോൾ റെക്കോർഡ് അവസാനിക്കുമ്പോൾ സച്ചുവിൻ്റെ നോട്ടം മനുവിൽ തന്നെയായിരുന്നു. കണ്ണുകൾ ചുവന്ന് സങ്കടത്താൽ വിറക്കുന്ന ചുണ്ടുകളും കവിളിണകളും അവളിലെ വേദന എടുത്തുകാട്ടി. മനു അപ്പോഴും കേട്ട വാക്കുകളുടെ ഞെട്ടലിൽ നിന്ന് മുക്തനായിരുന്നില്ല. മൈഥിലിയോട് ഒരിഷ്ടമുണ്ടായിരുന്നു. സച്ചു ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുവരെ മാത്രമേ ആ പ്രണയത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഇതുവരെ മൈഥിലിയോട് തൻ്റെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അവൾ ഇതൊക്കെ അറിഞ്ഞു? എങ്ങനെയൊക്കെ സംസാരിച്ചു? എൻ്റെ ഫോൺ എങ്ങനെ അവളുടെ കയ്യിൽ കിട്ടി? ഷോ, എനിക്കിതൊന്നും അറിയില്ലെന്ന് എങ്ങനെ സച്ചുവിനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? സച്ചുവിൻ്റെ നോട്ടം ഉള്ളിലൊരു വിറയൽ സൃഷ്ടിക്കുന്നുണ്ട്. നഷ്ടപ്പെടാൻ വയ്യ അവളെ. മനു ഇരു കൈകൾ കൊണ്ടു സച്ചുവിൻ്റെ മുഖം പൊതിഞ്ഞു പിടിച്ചു. മിഴിനീരാൽ മൂടിക്കിടക്കുന്ന മിഴികളെ ഉറ്റുനോക്കി. നിനക്കെന്നെ വിശ്വാസമില്ലേ സച്ചു? ഇതൊന്നും എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല മോളെ. അവളുടെ കയ്യിൽ എങ്ങനെ എൻ്റെ ഫോൺ എത്തിയെന്നോ എന്തിനവൾ ഇത്തരത്തിൽ സംസാരിച്ചെന്നോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫോൺ ഇന്നലെ കിരണിൻ്റെ ബാഗിലായിരുന്നു. പ്ലീസ് ബിലീവ് മീ സച്ചു. സത്യമായും ഈ നെഞ്ചു നിറയെ എൻ്റെ സച്ചൂട്ടിയാണ്. നീ മാത്രമാണ്. നിറമിഴികളാൽ അവളെ നോക്കി. വിശ്വസിക്കാം. മനു പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം. നേരത്തെ പറഞ്ഞു ഫോൺ മനുവിൻ്റെ കയ്യിലായിരുന്നെന്ന്. ഇപ്പോൾ പറയുന്നു കിരണിൻ്റെ ബാഗിലാണെന്ന്. എല്ലാം ഞാൻ വിശ്വസിക്കാം. ഇനി ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾക്കെങ്കിലും സത്യസന്ധമായി മറുപടി തരും എന്ന് മേലെപ്പാട്ട് ദേവിയെ സത്യം ചെയ്തെത്താ. അനാവശ്യമായി പറഞ്ഞ ഒരു കള്ളം അവൻ്റെ ആത്മാർത്ഥതയെക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കുന്നത് അവൻ സച്ചുവിൻ്റെ ഓരോ വാക്കുകളിൽ നിന്നും അറിഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് നിന്നിലും വലുതല്ല സച്ചു ഒരു ദൈവവും. എന്നാലും നിന്റെ സമാധാനത്തിന് വേണ്ടി മേലെപ്പാട്ട് ദേവി സത്യം, എൻ്റെ സച്ചു സത്യം. ഞാൻ സത്യം മാത്രമേ പറയൂ. അവൾ ഉന്നയിക്കാൻ പോകുന്ന ചോദ്യത്തിനുത്തരം അവളുടെ മനസ്സ് തന്നെ ഓരോ നിമിഷവും വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഒരു വേള അതായിരിക്കരുതേ എന്ന് സച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് മനുവിൻ്റെ കണ്ണിലുകളിലേക്ക് നോക്കി. മൈഥിലിയായിരുന്നു മനുവിൻ്റെ വിവാഹത്തിന് മുൻപ് എന്നോട് പറഞ്ഞിരുന്ന പ്രണയം. പ്രതീക്ഷിക്കാത്ത ചോദ്യത്തിൽ മനു ഒന്നാകെ ഞെട്ടി. സത്യമായ ഉത്തരം ഇപ്പോൾ ഉള്ള കുടുക്കിനെ കൂടുതൽ മുറുക്കുമെന്ന് അറിയാമായിരുന്നവൻ ഉത്തരം പറയാൻ പകച്ചു. പക്ഷേ ഇനി ഒന്നും മറച്ചു വയ്ക്കാൻ വയ്യ. ഈ കാരണത്താൽ സച്ചുവിനെ നഷ്ടപ്പെടുത്താനും. മൂളിക്കൊണ്ടവൻ തലയാട്ടി. പക്ഷേ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്നുമില്ല സച്ചു. നീ മാത്രമേ ഉള്ളൂ. നിനക്ക് ബാക്കി പറയുന്നതിന് മുൻപ് സച്ചു കൈ ഉയർത്തി തടഞ്ഞു. എൻ്റെ ചോദ്യം പൂർത്തിയായില്ല മനു. എല്ലാത്തിനും ഉത്തരം തന്ന ശേഷം ഞാൻ തീരുമാനിക്കും വിശദീകരണം കേൾക്കണോ വേണ്ടയോ എന്ന്. ബാക്കി കൂടി ചോദിക്കട്ടെ. മൈഥിലിക്ക് വേണ്ടിയാണോ എഞ്ചിനീയറായ മനു അച്ഛനെ പോലും അറിയിക്കാതെ MBA പഠിക്കാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്ത്? ചോദ്യങ്ങളെക്കാൾ മൂർച്ചയുണ്ടായിരുന്നു ആ സമയത്ത് സച്ചുവിൻ്റെ കണ്ണുകൾക്ക്. അതിനും നിറകണ്ണുകളാൽ അവനൊന്ന് മൂളി. മനുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ സച്ചുവിൽ വേദന ഉണർത്തിയെങ്കിലും അതിലും വലുതായിരുന്നു ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ അവൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വേദന. മോളെ, ഇതൊക്കെ നിന്നെ കാണുന്നതിന് മുൻപ്, ഈ താലി ഞാൻ അണിയിക്കുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങളാണ്. ഈ താലി നിൻ്റെ നെഞ്ചിൽ അണിയിച്ച ശേഷം എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന നീ മാത്രമാണടി. ഇങ്ങനെ സംശയത്തോടെ നോക്കല്ലേ മോളെ, വയ്യടി, എനിക്ക് വേദനിക്കുന്നുണ്ട് ഇവിടെ. നെഞ്ചിൽ കൈവച്ച് മനു വിങ്ങിപ്പൊട്ടി. നിങ്ങൾക്ക് മാത്രമല്ല മനുവേട്ട, ഈ എനിക്കും വേദനിക്കുക ഇവിടെ. ഞാനും പിടിയുന്നുണ്ട് ഓരോ നിമിഷവും. ഇപ്പോൾ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കാം. ലാസ്റ്റ് ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം തരണം. ഇനി ചോദ്യങ്ങളൊന്നുമില്ല. ഈ ചോദ്യത്തിൽ തന്നെയുണ്ട് അതിൽ ഉത്തരവും അടങ്ങിയിട്ടുണ്ട്. മനുവേട്ടൻ്റെ ഉള്ളം വ്യക്തമാക്കുന്ന സത്യം അതിലുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയ സസ്പെൻഷൻ അത് എന്തിൻ്റെ പേരിലാണ്? പറയ്. മൈഥിലിയെ ശല്യം ചെയ്തവനെ തല്ലിക്കൊല്ലാനാക്കിയതിനല്ലേ? ദേ, ഈ താലി എൻ്റെ കഴുത്തിൽ ഇട്ട ശേഷം തന്നെയല്ലേ അത് നടന്നത്? അപ്പോഴും ഉള്ളിൽ അവൾ ഉണ്ടായിരുന്നെന്നല്ലേ
പിന്നെ പിന്നെ ഞാൻ ആരാ? അത് പറ നിങ്ങൾ, അതൊന്ന് പറഞ്ഞു താ എനിക്ക്. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു കുലുക്കി ചോദിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ശക്തമായ കുലുക്കലിൽ മനുവിൻ്റെ ശരീരവും ഒന്നാകെ ഉലഞ്ഞു. അതിലും തകർന്ന് അവൻ്റെ ഹൃദയവും. ഇരു കൈകളാൽ മുഖം പൊത്തിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു സച്ചു. കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറയുകയാണെന്ന് അവന് മനസ്സിലായി. ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പളുങ്ക് പോലെ തകർന്നു പോകും ഈ ജീവിതമെന്ന് അവന് മനസ്സിലായി. നിലത്തിരുന്ന് പൊട്ടിക്കരയുന്ന സച്ചുവിൻ്റെ അടുത്തേക്ക് ഇരുന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ. മനുവിൻ്റെ ചൂടിൽ അവളുടെ ഉള്ളം വീണ്ടും വേദനയാൽ പിടഞ്ഞു. അങ്ങനെ അല്ല മോളെ, നീ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഐ ക്യാൻ എക്സ്പ്ലെയിൻ. എന്നെ ഒന്ന് കേൾക്ക് നീ. മനുവിൻ്റെ വാക്കുകളെ തടയിട്ടുകൊണ്ട് അവൾ വിലങ്ങനെ തലയാട്ടി. ഇനി ഒന്നും കേൾക്കാനും അറിയാനും വയ്യ മനുവേട്ട, സഹിക്കാൻ വയ്യ എനിക്ക്. നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ നെഞ്ച് പിടക്കണത് എനിക്ക് വേണ്ടിയല്ലോ. ഈ ഹൃദയം ആഗ്രഹിച്ചത് മൈഥിലിക്ക് വേണ്ടിയല്ലേ? ഇടയിൽ വലിഞ്ഞു കയറി വന്നവളല്ലേ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയം സ്വന്തമായേനെ. ഓരോരോ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പിടിമുറുക്കത്തിൽ നഷ്ടമായത് മനുവേട്ടൻ്റെ സ്വപ്നങ്ങളായിരുന്നല്ലേ. ഇനി അത് വേണ്ട കേട്ടോ, ഞാൻ പൊക്കോളാം. ഇനി ഒളിഞ്ഞു മറഞ്ഞുമുള്ള പ്രണയം രണ്ടാൾക്കും നിർത്താട്ടോ. ഞാൻ പൊക്കോളാം, എന്നേക്കുമായി ഞാൻ പൊക്കോളാം. മനുവിൻ്റെ കൈകൾ അകന്നു മാറ്റി കണ്ണുകൾ തുടച്ചു ഉറപ്പോടെ പറഞ്ഞവൾ. സച്ചുവിൻ്റെ വാക്കുകൾ ഞെട്ടലിനുപരി ദേഷ്യമാണ് മനുവിൽ നിറച്ചത്. ഊക്കോടെ അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കുന്ന സച്ചുവിനെ പല്ല് കടിച്ച് ചെറഞ്ഞു നോക്കിയവൻ. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവളുടെ കൈ പിടിച്ച് വലിച്ച് താഴെയിരുത്തി. നീ കുറേ നേരമായല്ലോ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയിപ്പിക്കുന്നു, സ്വയം ആലോചിച്ച് പലതും മെനയുന്നു, തീരുമാനമെടുക്കുന്നു. ഇതെന്താ വെള്ളരിക്ക പട്ടണമാ? അങ്ങനെ നീ മാത്രം നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയാൽ എങ്ങനാ? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് എഴുന്നേറ്റാൽ മതി പൊന്നുമോള്. അതിനു മുൻപേ എഴുന്നേറ്റാൽ അടിച്ച് നിന്റെ കരണം പുകയ്ക്കും ഞാൻ, കേട്ടോടി. അരിശത്തോടെ കണ്ണുകൾ ചുവപ്പിച്ച് ചൂണ്ടുവിരൽ വിറപ്പിച്ച് പറയുന്നവനെ കണ്ടപ്പോൾ അറിയാതെ തലയിളക്കിപ്പോയവൾ. ഇരിക്കടി അവിടെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി. വീണ്ടും എഴുന്നേൽക്കാൻ നോക്കി അവൾക്ക് നേരെ അലറി. തുടക്കമെന്നോണം മനു കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. സച്ചുവിൻ്റെ കണ്ണുകളും അവനിൽ തന്നെയായിരുന്നു. മൈഥിലി, അവളോട് എനിക്കൊരു ഇഷ്ടം തോന്നിയിരുന്നു. കൂടെ കൂട്ടാനുള്ള ഇഷ്ടം തന്നെ. അവളെ തേടിയാണ് കോളേജിൽ വന്നതും അവിടെ ചേർന്നതും ഒക്കെ. അവളെ അറിയാൻ, അവളിലേക്ക് അടുക്കാൻ. പക്ഷേ അതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി നമ്മുടെ കല്യാണം. അത് ശരിക്കും ഒരു ഷോക്കായിരുന്നു എനിക്ക്. ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ, പ്രതീക്ഷിച്ചതല്ലാതെ ആകുമ്പോഴുള്ള ഒരു തരം മരവിപ്പ്, അതായിരുന്നു അന്ന് എനിക്ക്. അതുകൊണ്ടാണ് ആദ്യമൊക്കെ നിന്നിൽ നിന്ന് അകന്നു നിന്നത്, പിരിയാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ അവിടെ കോളിംഗ് ബെൽ മുഴങ്ങി. ഞെട്ടി സച്ചുവിനെ നോക്കിയപ്പോൾ കണ്ണുകൾ നിറച്ച് വാതിൽക്കലേക്ക് എഴുന്നേറ്റ് പോയവൾ. വീണ്ടും കയ്യിൽ നിന്ന് പോയല്ലോ. ഫുൾ പറയാനും പറ്റിയില്ല. പറഞ്ഞത് വരെ താനും മൈഥിലിയും മാത്രവും. വീണ്ടും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവുമോ? ഇതിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലെ ആയിപ്പോയല്ലോ. ആരെയാണോ ദൈവമേ ഞാൻ ഇന്ന് കണി കണ്ടേ? അരിശത്തോടെ പറഞ്ഞുകൊണ്ട് മനുവും മെയിൻ ഡോറിനടുത്തേക്ക് നടന്നു. ഇനി ഏത് പണ്ടാരമാണാവോ എഴുന്നള്ളിയത്? ഡോറിനടുത്തേക്ക് എത്തുമ്പോൾ കണ്ടു സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ വന്ന ഡെലിവറി ബോയിയെ. ഇരു കൈകളിലും സാധനങ്ങൾ പിടിച്ച് അകത്തേക്ക് നടക്കുന്നവളുടെ കയ്യിൽ നിന്ന് ഒരു കവർ പിടിച്ചു വാങ്ങി ഡോർ ക്ലോസ് ചെയ്തു. എന്തിനാണാവോ ഇപ്പോൾ ഇത്രയും സാധനം? ഇത്രയും പ്രശ്നത്തിനിടയിലും ഇതൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങാനുള്ള നിന്റെ ശുഷ്കാന്തി നമിച്ചു മോളെ. തിന്ന് വീപ്പക്കുറ്റി പോലെയായി. എന്നിട്ട് പെണ്ണിന് പിന്നെയും ഫുഡ് എന്ന വിചാരമേ ഉള്ളൂ. മനുഷ്യനെവിടെ തീയിൽ ചവിട്ടിയാണ് നിൽക്കുന്നത്. അവൾക്കിത് സോൾവ് ചെയ്യണമെന്ന ഒരു വിചാരം പോലും ഇല്ലാലോ. കവറെല്ലാം കിച്ചണിൽ കൊണ്ടുവയ്ക്കുമ്പോഴും മനു പലതരം ചിന്തകളിലായിരുന്നു. സച്ചുവിനെ നോക്കിയപ്പോൾ എല്ലാം അടുക്കി വെക്കുന്ന തിരക്കിലാണ്. അടുത്തെത്തിയിട്ടും ഒരു നോട്ടം പോലും മനുവിന് കൊടുക്കാതെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുവാണവൾ. പിന്തിരിഞ്ഞു നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നവളെ ഷോൾഡറിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി മനു. കുതറാൻ ശ്രമിച്ചവളെ ബലമായി പിടിച്ചു നിർത്തി.
ബലം പിടിക്കുന്നവളെ കണ്ടപ്പോൾ സോഫ്റ്റ് ടോക്ക് നടത്തിയാൽ ശരിയാവില്ലെന്ന് തോന്നിയവൻ പരുക്കനായി തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു തീർന്നില്ല സച്ചു, അതുകൂടി കേട്ടിട്ട് പോയാൽ മതി നീ. ഇപ്പോൾ എൻ്റെ മനസ്സിൽ മൈദി. വീണ്ടും അവൻ്റെ ശബ്ദത്തെ മുറിച്ചുകൊണ്ട് കോളിംഗ് ബെൽ മുഴങ്ങി. അതുകൂടിയായപ്പോൾ മനുവിൻ്റെ എല്ലാ ക്ഷമയും നശിച്ചു. ഒരു മുഴുത്ത തെറി അവൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നു. സച്ചുവിനെ നോക്കുമ്പോൾ കണ്ടു പൊട്ടി വന്ന ചിരി കടിച്ചമർത്തുന്നവളെ. ഇനി ആരുടെ അമ്മേനെ കെട്ടിക്കാനാണാവോ ഈ കോളിംഗ് ബെല്ല് അമർത്തുന്നേ? ദേഷ്യത്തോടെ സച്ചുവിലെ പിടിവിട്ട് ഡോർ തുറക്കാനായി പോയ ആവേശമൊക്കെ മുൻപിൽ നിൽക്കുന്ന ആളുകളെ കണ്ടപ്പോൾ കെട്ടുപോയി അവന്. അരവിന്ദനും കനകയും വർണ്ണികയും. ഒരു നിമിഷം സച്ചുവിനും മനുവിനും ഇടയിലുള്ള പ്രശ്നം മുൻപിൽ തെളിഞ്ഞു വന്നു. സച്ചു വിളിച്ചു വരുത്തിയതാവുമോ ഇവരെ? അവളെ കൂട്ടിക്കൊണ്ടുപോകാനായിരിക്കുമോ ഇവർ വന്നത്? അതാണോ അവൾ പോകുക എന്നൊക്കെ പറഞ്ഞേ? ദൈവമേ, എല്ലാം കൈവിട്ടു പോകുകയാണല്ലോ. അവൻ ദയനീയമായി സച്ചുവിനെ തിരിഞ്ഞു നോക്കി. നിറഞ്ഞ പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് ഓടി വരുന്നവളെ കണ്ടപ്പോൾ മനുവിൻ്റെ നെഞ്ചൊന്നാളി. തന്നെ നോക്കിച്ചിരിക്കുന്നവരെ കണ്ടപ്പോൾ ചിരിക്കാൻ മടിച്ചു നിന്ന ചുണ്ടുകളെ വലിച്ചവൻ കുഞ്ഞു ചിരി നൽകി. അങ്കിൾ എന്താ പെട്ടെന്ന്? വല്ലാതൊരു സർപ്രൈസായിപ്പോയി. ഇല്ലാത്ത സന്തോഷം മുഖത്ത് വരുത്തി മനു. അച്ഛാ! അപ്പോഴേക്കും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു സച്ചു. സച്ചു പറഞ്ഞില്ലേ മോനോട് ഞങ്ങൾ വരുന്ന കാര്യം? എന്താ മോളെ നീ പറഞ്ഞില്ലേ? മനുവിൻ്റെ കയ്യിൽ പിടിച്ചു ചേർത്ത് നിർത്തിക്കൊണ്ട് കനക സച്ചുവിനെ കൂർപ്പിച്ചു നോക്കി. ഞാൻ പറഞ്ഞിരുന്നമ്മ, മനുവേട്ടനോട് മറന്നു പോയതാ. എന്താ എന്നറിയില്ല, ആൾക്കിപ്പോൾ ഭയങ്കര മറവിയാന്നേ. അരവിയെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ടവൾ പറഞ്ഞു. ചേച്ചി, അച്ഛൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളുമുണ്ട് ഇവിടെ. ഇങ്ങോട്ട് കൂടി ഒന്ന് നോക്കണേ കേട്ടോ. അച്ഛൻ്റെയും മോളുടെയും സ്നേഹപ്രകടനം കണ്ട് അല്പം കെറുവോടെ വിച്ചു അവളെ തോണ്ടി. സച്ചു നോക്കിയില്ലെങ്കിൽ എന്താ കുഞ്ഞിപ്പെണ്ണെ, ചേട്ടനില്ലേ ഇവിടെ നോക്കാൻ, നീ ഇങ്ങ് വാ. വിച്ചുവിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു മനു. ചിരിയോടെ വിച്ചുവും പുറകെ ചിരിയോടെ കനകയും. ആ പോക്ക് നോക്കി കുശുമ്പോടെ അരവിയുടെ കൂടെ സച്ചുവും മുള്ളിലേക്ക് കടന്നു. വന്ന കാലിൽ ഇങ്ങനെ നിൽക്കാതെ അവിടെ ഇരിക്കെ, ആൻറ്റിയും അങ്കിളും ഇരിക്കെ, നീയും ഇരിക്കടി കുറുമ്പി. എല്ലാവരെയും ഹാളിലെ സോഫയിലിരുത്തി വിച്ചുവിൻ്റെ കൂടെ മനുവും ഇരുന്നു. മോൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? അരവി ചോദിച്ചപ്പോൾ മനുവിൻ്റെ നോട്ടം പോയത് സച്ചുവിലേക്കാണ്. ഇല്ല അങ്കിൾ, ഇന്ന് ലീവ് എടുത്തു. അതുകൊണ്ടെന്താ, ഈ കുറുമ്പിയെ കാണാൻ പറ്റിയില്ലേ? വിച്ചുവിൻ്റെ തലയിലൊന്ന് പൊട്ടിക്കൊണ്ടവൻ പറഞ്ഞു. ചേട്ടൻ ലീവ് എടുത്തത് എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ ഈ അച്ഛൻ്റെയും മോളുടെയും സ്നേഹപ്രകടനത്തിൽ ഞാൻ ഔട്ടായി പോയേനെ. ഇപ്പോൾ കമ്പനിക്ക് എനിക്കും ആളായില്ലേ? വിച്ചുവിൻ്റെ കുറുമ്പ് നിറഞ്ഞ സംസാരത്തിൽ അതുവരെ അനുഭവിച്ചിരുന്ന സങ്കടങ്ങളെല്ലാം മറന്ന് നിറഞ്ഞു ചിരിച്ചു മനുവും സച്ചുവും. നിങ്ങളെന്നാൽ ഫ്രഷ് ആകട്ടോ, അപ്പോഴേക്കും കഴിക്കാൻ എടുത്ത് വെക്കാം. എന്തോ ഓർത്ത പോലെ വേഗം റൂമിൽ പോയി വാലറ്റ് എടുത്ത് കൊണ്ടുവന്നു മനു. അതിൽ നിന്ന് ഒരു കീ എടുത്ത് അടഞ്ഞു കിടന്ന സെക്കൻഡ് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് കൊടുത്തു. എല്ലാവരും ഫ്രഷ് ആകാൻ റൂമിലേക്ക് കയറി. സച്ചു, എൻ്റെ കൂടെ ഒന്ന് വന്നേ. അതൊക്കെ നോക്കി മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്ന സച്ചുവിനെ വിളിച്ചുകൊണ്ടവൻ കിച്ചണിലേക്ക് നടന്നു. വിളി കേട്ടിട്ടും പോകാതെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സച്ചുവിനെ കനക മനുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. കിച്ചണിൽ അവളെയും കാത്തു നിൽക്കുന്നവനെ കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷഭാവം മാറി ഗൗരവമണിഞ്ഞു സച്ചു. മുഖഭാവം മാറിയതറിഞ്ഞെങ്കിലും അത് കാര്യമാക്കാതെ അടുത്തേക്ക് നടന്നവൻ. അങ്കിളും ആൻറ്റിയും വരുന്നത് നിനക്കറിയായിരുന്നല്ലേ? എന്നിട്ട് എന്താ എന്നെ അറിയിക്കാഞ്ഞേ? ആദ്യമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ ഒന്നും കൊടുക്കാനില്ലാതെ ആകെ നാണക്കേടാക്കിയല്ലോ നീ. ഒരു വാക്കെന്നോട് പറഞ്ഞൂടായിരുന്നോ? പരിഭവത്തോടെ കിച്ചൺ ആകമാനം കണ്ണോടിച്ചു കൊണ്ടവൻ ചോദിക്കുമ്പോൾ സച്ചുവിൻ്റെ മുഖം ദേഷ്യത്താൽ കുറുകി. ആണോ? നാണക്കേടായോ? കണക്കായിപ്പോയി. ഇതിലും നാണം കെടാൻ പോകുന്നേ ഉള്ളൂ മനു നീ. അച്ഛനും അമ്മയും വിച്ചുവും വരുന്ന കാര്യം പറയാൻ ഒന്നല്ല 1000 തവണ ഇന്നലെ ഞാൻ ഫോൺ ചെയ്തു. പക്ഷെ ചേട്ടൻ ബിസി ആയിരുന്നല്ലോ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കളഞ്ഞില്ലേ? കാമുകിയുമൊത്ത് പ്രണയസല്ലാപം നടത്തുമായിരുന്നല്ലോ. അതിലും വലുതല്ലല്ലോ മറ്റൊരു കാര്യവും ഇപ്പോൾ മനുവിന്. ദേഷ്യത്താൽ ചുണ്ടുകൾ കോട്ടി മുഖം തിരിച്ചവൾ.
സച്ചുവിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും അവൾക്ക് അവനോടുള്ള അകൽച്ച ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. തെറ്റിദ്ധാരണകളുടെ ഒരു കൂമ്പാരം അവൾ തീർത്തിരിക്കുന്നത് അവൻ അറിഞ്ഞു. പക്ഷേ എല്ലാം പറയാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യമല്ല ഇപ്പോൾ. കാര്യം വഷളാകാതെ കൈവിട്ടു പോകാതെ നോക്കണം. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം അവളെ പറഞ്ഞു മനസ്സിലാക്കാമെന്നവൻ തീരുമാനിച്ചു. മോളെ സച്ചു, നീ കാര്യം മനസ്സിലാക്കാതെ എഴുതാപ്പുറം വായിക്കരുത്. വെറുതെ ഇല്ലാത്ത ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ അതെന്നെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട് സച്ചു. തൽക്കാലം ഇപ്പോൾ ഈ വിഷയം വിടാം, നമുക്ക് ആരുമില്ലാത്തപ്പോൾ സംസാരിക്കാം. ഇത് വെറുതെ നമുക്കിടയിലെ പ്രശ്നം അവരെ കൂടി അറിയിക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഞാൻ ഇപ്പോൾ പുറത്തു പോയി ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. രാത്രി നമുക്കിവിടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇടിപിടി ഒന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല. എന്നോടുള്ള ദേഷ്യം അവരുടെ മുൻപിൽ വെച്ച് കാണിക്കരുത് കേട്ടോ. ഞാൻ വേഗം പോയിട്ട് വരാം കേട്ടോ സച്ചുട്ടി. അതുവരെ മോള് അവരോടൊപ്പം സ്പെൻഡ് ചെയ്യും. കവിളിൽ കൈകൊണ്ട് തഴുകി മുൻപോട്ടേക്ക് നടന്നവൻ അവരെ ഒന്നും അറിയിക്കില്ല. പക്ഷേ എനിക്കിനി മുൻപോട്ട് താല്പര്യമില്ല മനു. അവർ നാളെ മടങ്ങുമ്പോൾ കൂടെ ഞാനും പോകും. തന്നിൽ നിന്ന് അകന്നു പോകുന്നവനെ തിരിഞ്ഞു നോക്കാതെ സച്ചു പറഞ്ഞു. മുൻപോട്ട് വെച്ച കാലുകൾ നിശ്ചലമായി ഹൃദയം തകരുന്ന വേദനയോടെ തിരിഞ്ഞു നോക്കി മനു. തുടരും. കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നലെയും പറഞ്ഞിരുന്നു, ഇന്നും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ചക്കരകളെ. എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കഥകൾ ഇനിയും വായിക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ സ്വപ്നം പോലെ എന്ന വേറൊരു കഥ തുടങ്ങിയിട്ടുണ്ട്, അതും കേൾക്കണം. അപ്പോൾ വീണ്ടും നാളെ അടുത്ത ഭാഗവുമായി കാണാം. ബൈ.